ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ വീടിൻ്റെ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീടിൻ്റെ സ്ഥിതി ഇങ്ങനെയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലിൻഡൽ വാർപ്പ് വരെയുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ മെയിൻ വാർപ്പ് കഴിഞ്ഞു. ഞായറാഴ്ചയായിരുന്നു മെയിൻ വാർപ്പ്. അപ്പോൾ ഒരു മാസമായിട്ട് ലിൻഡൽ വാർപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു മാസം നമ്മൾ പണിയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു മാസത്തേക്ക് പണിക്കാർ വേറെ സ്ഥലത്തൊക്കെ പണിയെടുക്കുമായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ പലകയൊക്കെ കൊണ്ടുവരാനൊക്കെ കുറച്ച് വൈകി. അതുകൊണ്ട് പിന്നീട് ഇപ്പോൾ വാർത്തതാണ്. അപ്പോൾ ഉള്ളിലൊക്കെ കുത്തു കൊടുത്തിട്ടേക്കുവാണ്. അപ്പം മുകളിലേക്കുള്ള ഈ ഒരു ഗ്യാപ്പിലൂടെ ഞാൻ പോയിട്ട് നിങ്ങൾക്ക് മേലുള്ള ഭാഗം കാണിച്ചു തരാം. അപ്പോൾ ഇവിടം വരെ അന്ന് സ്റ്റെപ്പ് വാർത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഭാഗ്യം കൊണ്ട് നമുക്ക് വാർപ്പ് കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് തന്നെ മഴയും കിട്ടി. ഇതിപ്പോൾ നമ്മൾ മഴവെള്ളമാണ്, നമുക്ക് വെള്ളം മോട്ടറൊന്നും വെച്ച് അടിക്കേണ്ടി വന്നിട്ടില്ല. വാർത്തതിൻ്റെ പിറ്റേന്ന് തന്നെ ശരിക്കും തുലാമാസത്തിൽ മഴയ്ക്ക് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. ആ സമയത്ത് ചെയ്യാൻ പറ്റിയില്ല. കറക്റ്റ് ഇപ്പോൾ ഞായറാഴ്ച വാർപ്പ് കഴിഞ്ഞ സമയത്ത് ആ ഒരു പിറ്റേന്ന് തന്നെ നമുക്ക് മഴ ലഭിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല സമയത്തായിരുന്നു കുറച്ച് വൈകിയെങ്കിലും വാർപ്പ് നടന്നത്. അപ്പോൾ ഇതാണ് മുകളിൽ നിന്നുള്ള ആ ഒരു വാർപ്പിൻ്റെ കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാരണം വീടിൻ്റെ പണി ഓരോരോ ഘട്ടങ്ങളായിട്ട് ഇങ്ങനെ തീരുമ്പം ഉണ്ടാകുന്നൊരു സന്തോഷം. പിന്നെ മഴയും കിട്ടി. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല സമയത്താണ്. ഇതിപ്പോൾ നമ്മളുടെ വാർപ്പിൻ്റെ പൊക്കത്ത് കയറുന്ന മേലോട്ടുള്ള പറമ്പാണ് ആ കാണുന്നത്. ഇതിന് മുകളിലോട്ടൊക്കെ നമ്മുടെ പറമ്പാണ്. പിന്നെ ഇപ്പുറത്തെ സൈഡിലൊക്കെ ഹസ്ബൻഡിൻ്റെ പെങ്ങന്മാരുടെ സ്ഥലമൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ വീട്ടിലാണ്. ഈ വീടിനോട് ചേർന്നിട്ടുള്ള സ്ഥലം തന്നെയാണ്. അപ്പം അതിൻ്റെ ചുറ്റുവട്ടമുള്ള കാഴ്ചകളാണിത്. ഇപ്പോൾ ടാർപ്പായൊക്കെ വിരിച്ചിട്ടില്ലേ, ആ കാണുന്ന ചെറിയ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ അതിനോട് ചേർന്നിട്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇത് തന്നെയാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വീട്. നമ്മുടെ പറമ്പിൻ്റെ ഏറ്റവും മുകളിൽ പോയിട്ട് അവിടുന്ന് വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീടിൻ്റെ ഫുള്ളായിട്ടുള്ള വ്യൂ കിട്ടും. അപ്പോൾ അവിടെ നിന്ന് കാണുമ്പോൾ കുറച്ചുകൂടി വൃത്തിക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാനിതിൻ്റെ മുകളിലാണ് കയറി നിൽക്കുന്നത് ഒരു സൈഡിൽ നിന്ന്. അപ്പോൾ ഞാനിങ്ങോട്ട് വന്നത് മൂത്തയാൾ അറിഞ്ഞിട്ടുണ്ട്, അയാൾ കയറി വരുന്നുണ്ട്. ഈ വെള്ളത്തിലൊക്കെ കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് കണ്ടിട്ട് വന്നതാണേ. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് കളിച്ച് ഒക്കെ പോവുള്ളൂ. എനിക്ക് സത്യത്തിൽ പേടിയാണ് ഇവരിവിടെയൊക്കെ കയറ്റാനായിട്ട്. കാരണം സൈഡിലോട്ടൊക്കെ പെട്ടെന്ന് ഓടിപ്പോവുകയൊക്കെ ചെയ്യും. ഇളയാളാണെങ്കിൽ ഭയങ്കര വികൃതിയാണ്. ഇയാളും മോശമൊന്നുമില്ല. കണ്ടില്ലേ, ചാടുമോ എന്തൊക്കെയാണ് ചെയ്യാണ്. അവർക്ക് ഒരു ഭയങ്കര രസമാണ്. ഇന്നലെ പറഞ്ഞ് കുളം പോലെ ഉണ്ട് അമ്മേ, നല്ല രസമുണ്ട് കാണാനെന്നൊക്കെ പറഞ്ഞ് ഞാൻ കയറിയത് കണ്ട് വന്നതാണ് അപ്പം ഇങ്ങോട്ട്. ഇപ്പം ഞാൻ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടി ഇങ്ങ് വന്നു. നമ്മുടെ പറമ്പിൻ്റെ മുകളിൽ പോയി കാണുകയാണെങ്കിൽ ഇതൊരു സൈഡിൽ കൂടെയുള്ള വ്യൂ ആട്ടോ. വീടിൻ്റെ അപ്പുറത്തെ പറമ്പിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഭാഗമാണ്. അതേപോലെ തന്നെ മുകളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വീടിൻ്റെ പറമ്പിൻ്റെ മുകളിലാണുള്ളത്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ കണ്ടില്ലേ ഫുള്ളായിട്ട് കാണുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ നമ്മുടെ വീട്. ഇനിയിപ്പോൾ അടുത്ത പണി തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു 15 ദിവസത്തിൻ്റെ ഗ്യാപ്പുണ്ട്. അപ്പോഴേ അവർ പലകയൊക്കെ ഇതൊന്ന് പൊളിച്ച് മാറ്റി കൊണ്ടുപോകുള്ളൂ. അപ്പോൾ 15 ദിവസത്തേക്ക് ഫ്രീ ആണ്. അപ്പോൾ ആ ഒരു ടൈം കഴിഞ്ഞാൽ അടുത്ത പണി വീണ്ടും തുടങ്ങും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. വീണ്ടും നമ്മുടെ ടിപ്സുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. ഓക്കേ.